എസ്തറ്റിക് ആയിട്ടുള്ള അടിപൊളി വില്ല കണ്ടാലോ. ഊട്ടിയിലെത്തിയ ഫസ്റ്റ് ഡേ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. മാന്റെ തലയും കൊമ്പൊക്കെ ഈയുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. ഈ ഒരു ഫോണാണ് ബെഡിന്റെ മുകളിലായിട്ട് തീയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സെറ്റ്. നല്ല ഫുഡായിരുന്നു. നമുക്ക് അടിപൊളിയാണ് ഇവിടെ. ഊട്ടിയിലെ മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ഒന്നാണ് ഊട്ടിയിലെ ഈ ടോയ് ട്രെയിൻ. ഈ ടോയ് ട്രെയിൻ പോകുന്ന റൂട്ടിൽ ഒരു എസ്തറ്റിക് ആയിട്ടുള്ള അടിപൊളി വില്ല കണ്ടാലോ. ആകെ 6 റൂംസേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഊട്ടിയിലെത്തിയ ഫസ്റ്റ് ഡേ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നുള്ളത് ബ്രൂക്ലിൻ വില്ലയിലാണ് കേട്ടോ. പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലെത്തി താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റിയത് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ടോയ് ട്രെയിൻ പോകുന്ന ഒരു വ്യൂ ആണ്. ആ ഒരു പരിസരമൊക്കെ അടിപൊളിയാണ് കേട്ടോ. കളർഫുൾ ആയിട്ടുള്ള വീടുകളൊക്കെ നമുക്ക് ദൂരെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. നെക്സ്റ്റ് 1 ഡേ നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഹോൾ സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുറേ പഴയ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് എസ്തറ്റിക് ആയിട്ടൊരു റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സൈറ്റിൽ തന്നെ കയറുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ ഡോറിൻ്റെ സൈഡിലായിട്ട് ഒരു സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ദെൻ ഇവിടെ TV ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പഴയ ഐറ്റംസ് ഷോ പീസസ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഈ താഴെ ഇരിക്കുന്ന നോക്കിയ പണ്ടത്തെ സമയത്ത് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്തോ ഒരു സംഭവമാണ് കേട്ടോ, തടിയിൽ. ദെൻ ചിമ്മിനി വിളക്കൊക്കെ ഇരിപ്പുണ്ട്. ചുവലിലായിട്ട് നമുക്ക് മാനിൻ്റെ തലയും കൊമ്പൊക്കെ കാണാൻ പറ്റുമേ. അതൊക്കെ ഷോ പീസാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഷോക്കേസിലായിട്ട് പഴയ ഐറ്റംസ് ഷോ പീസസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ദെൻ സൈഡിലായിട്ട് നമുക്ക് പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന വാക്കിംഗ് സ്റ്റിക്കൊക്കെ കാണാൻ പറ്റുമേ. ഇവിടുത്തെ ഓരോ റൂംസിനും ഊട്ടിയിൽ തന്നെ പല സ്ഥലങ്ങളുടെ പേരാണ് കേട്ടോ. ഇതേ മുകളിലായിട്ട് കീയുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. പണ്ട് തൊട്ട് ഇപ്പോൾ വരെയുള്ള കീയുടെ കളക്ഷൻസ്. ദെൻ ഇവിടെ എനിക്ക് മെയിനായിട്ടും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫോണാണ്. പണ്ട് നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള ഈ കറക്കി കറക്കി വിളിക്കുന്ന ഫോൺ, ആ ഒരു ഫോണായിരുന്നേ. അതെടുത്ത് കുറച്ച് ഷോ ഒക്കെ കാണിച്ച് അവിടെ വെച്ച് കേട്ടോ. ഇനി നമുക്ക് റൂം കണ്ടാലോ. ഊട്ടിയാണേ നമ്മുടെ റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ ഊട്ടി റൂം കേട്ടോ. ബെഡ് ഉണ്ട്. ബെഡിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു പെയിൻറ്റിങ്ങും കുറച്ച് ചെയർസും ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നോക്കിയ താഴെ നമുക്ക് തണുപ്പ് സമയത്ത് തീയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. പക്ഷേ ഇത് അവർ യൂസ് ചെയ്ത് നമുക്ക് തന്നില്ലായിരുന്നു. അറിയത്തില്ല യൂസ് ചെയ്യുന്നതാണോ എന്ന്. ദെൻ സൈഡിലായിട്ട് ചായ ഇടാനായിട്ട് കെറ്റിലും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂമൊക്കെ നല്ല സെറ്റപ്പായിരുന്നേ. ഒരു റൂമിൽ തന്നെ 2 വിൻഡോസ് ആണ് വരുന്നത്. ഇത് സൈഡിലെ ഓരോ വിൻഡോ ആണ്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ അവരുടെ കോമ്പൗണ്ടും ജസ്റ്റ് സൈഡിലൊരു ഊഞ്ഞാലൊക്കെ കാണാൻ പറ്റേ. ഇനിയാണ് നമ്മുടെ മെയിൻ വ്യൂ വരുന്ന വിൻഡോ കേട്ടോ. നമ്മുടെ ടോയ് ട്രെയിൻ പോകുന്ന വ്യൂ കാണാൻ പറ്റുന്ന വിൻഡോ ആണ് ഇത്. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് പോർഷൻ ആയിട്ട് വരുന്നത്. ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിന്നറും ലഞ്ചൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ ഒരു പ്രിപ്പയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇതാണ് ഈവനിങ് നമുക്ക് കിട്ടിയൊരു വ്യൂ. നമ്മൾ വന്ന ക്ഷീണത്തിന് കിടന്ന് ഉറങ്ങിപ്പോയി. സൺസെറ്റ് കാണാൻ പറ്റുന്നൊരു വ്യൂ ആയിരുന്നു. രാത്രി ആയപ്പോഴേക്കും നല്ല തണുപ്പായിരുന്നേ. 50 ഡിഗ്രി ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അതിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ ഫുഡ് പുറത്തു നിന്നാണ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. സ്വിഗ്ഗിയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. TV ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ സിനിമ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം കണ്ട ഹോളിലില്ലേ, അവർ കളിക്കാനായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. യുനോ കാർഡും ചീട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനായിട്ട് ഏണിയും പാമ്പും ലുഡോയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ട്. മോർണിംഗ് എണീറ്റപ്പോൾ തന്നെ ഇങ്ങനൊരു വ്യൂ ആയിരുന്നേ. പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് 9 മണിക്കാണ്. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് ഊട്ടി കാണാനായിട്ട് ഇറങ്ങാൻ. റോസാപ്പൂ പോലത്തെ ടോയ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണി തൊട്ടാണ്. സോ അതിന് മുന്നേ നമ്മൾ റെയിൽ പാളത്തിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കേട്ടോ. അടിപൊളിയാണ് ഇവിടെ. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം.
ഇതാണ് അവരുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ആകെ 6 റൂംസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ ട്രെയിൻ വരുന്നൊരു വ്യൂ ആയിരിക്കും കിട്ടുക. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ദോശയും ഓംലെറ്റും ബ്രെഡ് ടോസ്റ്റ് വേണമെന്നവർക്ക് അതും പിന്നെ ക്യാരറ്റ് ജ്യൂസും ആയിരുന്നേ ഉണ്ടായിരുന്നത്. കോഫിയും ടീയൊക്കെ അവൈലബിൾ ആയിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നേ, നമുക്ക് എത്ര വേണോ കഴിക്കാം. നമ്മളിതേ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ടോയ് ട്രെയിൻ അതുവഴി പോകുന്നുണ്ടേ. ഞങ്ങൾ ഈ ഒരു റൂം അഗോഡ ആപ്പിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. ബാക്കി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ നിന്ന് റെഡിയായി നമ്മൾ നേരെ ഊട്ടി കാണാനാണ് പോയത്. അപ്പോൾ ഊട്ടി വ്ലോഗ് ഉടനെ ഇടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.